ഹായ് ഫ്രണ്ട്സ്, അനീസ് സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ പാലപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം വെളുത്ത ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ കൊണ്ടുള്ള വെളുത്ത സ്റ്റൂ ഉണ്ടാക്കാറില്ലേ, ആ ഒരു സ്റ്റൂവിൻ്റെ വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പാലപ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാലപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അതിൽ കുറച്ച് നാളികേരവും പിന്നെ കുറച്ച് ചോറും ഇട്ടടിച്ച ശേഷമാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്, തലേ ദിവസം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ അപ്പത്തിന് കറി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്കായ, പെരിഞ്ചീരകം, തക്കോലം, പിന്നെ നമ്മൾ നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് നേരിട്ട് ചെയ്യുകയാണ് ചെയ്യണത്, താളിച്ചൊന്നുടനല്ല. അപ്പോൾ ആ കുക്കറിലേക്ക് ഞാൻ പിന്നെ അതിന് വേണ്ടി നാളികേര പാലെടുത്തിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കർ ഇന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള തക്കോലവും ഗ്രാമ്പും കറുകപ്പട്ട എല്ലാം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന വെളുത്ത സ്റ്റൂ ഉണ്ടാവില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ, സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അതിലേക്ക് സവാള, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാനാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചതക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഒന്നും ഉപയോഗിക്കില്ല. പച്ചമുളകാണ് എരിവിനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് അതിൽ 2-ാം പാൽ ഒഴിച്ച ശേഷം ഞാൻ അടുപ്പിൽ സ്റ്റൗവിലേക്ക് വെച്ചു. അതിന് ശേഷം ഒരു വിസിൽ കേട്ടപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ തുറന്നു നോക്കി. പിന്നെ അതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെയധികം ടേസ്റ്റിയായ വെളുത്ത സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വെള്ളയപ്പത്തോടൊപ്പം, ചപ്പാത്തിയോടൊപ്പം, ഇതിൻ്റെ ഒപ്പം, ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ സ്റ്റൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇന്നത്തെ ചോറിന് കറിയായിട്ട് തക്കാളി തൈര് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറിന് ചിക്കൻ കറി ഉണ്ട്. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.